ഹലോ ഗായ്സ്, കുറേ ദിവസമായിട്ട് വിചാരിക്കുമായിരുന്നു ക്യാൻറ്റീനിൽ പോയിട്ട് ഐസ് വാങ്ങണം എന്ന്. അങ്ങനെ ഞാൻ സുക്കുമ്പിയും കൂടി ഇറങ്ങിയിട്ടോ. കാര്യം തൊട്ടടുത്താണ് ക്യാൻറ്റീനിലും പോകാനുള്ള മടി കൊണ്ടാണ് ഇത്രയും ദിവസം പോകാതിരുന്നത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഓറഞ്ച് ഐസ് കിട്ടും അവിടെ, നല്ല ടേസ്റ്റാണ്. ഒരു വട്ടം ഞങ്ങൾ കഴിച്ചിട്ടുള്ളൂ, അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. അപ്പോൾ ദേ ഇവിടെ കുറുക്ക് വഴി ഉണ്ടിട്ട് ക്യാൻറ്റീനിലോട്ട് പോകാനുള്ളത്. അവരാണെങ്കിൽ ഇത് അടച്ച് കെട്ടുകയും ചെയ്തു. ഇവിടെ എന്തോ പണിയായതുകൊണ്ട് അവിടെ അടച്ച് കെട്ടി വെച്ചേക്കാണ്. ഇനി നമുക്ക് ചുറ്റിക്കറങ്ങി വേണം പോകാനായിട്ട്. അതും കൂടി ഓർത്തപ്പം എന്തായാലും പോകണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പം ഭയങ്കര ചൂടുണ്ട് ഇവിടെ മഴ ഇടയ്ക്കിടയ്ക്കാണ് പെയ്യണുള്ളൂ, അല്ലാത്തപ്പോഴൊക്കെ വെയിലാണ്. അപ്പോൾ വിചാരിച്ചു ഒന്ന് ക്യാൻറ്റീനിൽ പോയിട്ട് തണുപ്പിച്ചിട്ട് വരാമെന്ന്. അപ്പം ഞാൻ സുഖമേ പോണ വഴിക്കൊക്കെ പറയുമായിരുന്നു ഓറഞ്ച് ഐസ് കിട്ടുമോ എന്ന്. കാരണം എന്ന് ചെന്നാലും ആ ഐസ് ഉണ്ടാവാറില്ല, എല്ലാവരും വാങ്ങി കഴിക്കും. എല്ലാവരും എന്ന് പറഞ്ഞാൽ അവിടെ ഡ്യൂട്ടിക്ക് നിൽക്കുന്നവരും എല്ലാവരും വാങ്ങി കഴിക്കുന്നത് ആ ഒരു ഐസുണ്ട്. കാരണം നല്ല ടേസ്റ്റാണ് അതിന്, ഓറഞ്ചിൻ്റെ ഭയങ്കര ഫ്ലേവറും നല്ല ടേസ്റ്റുമാണ്. അങ്ങനെ നമ്മൾ നടന്ന് ചുറ്റിക്കറങ്ങി അവിടെ എത്തി. ഏകദേശം നമ്മുടെ എത്താറായി കഴിഞ്ഞപ്പോൾ സുക്കുമ്പീനെ ഞാനത് പറഞ്ഞു ഓടിച്ച് വിട്ടു. അവിടെ ചെന്ന് നോക്കണം, ക്യാൻറ്റീൻ തുറന്നിട്ടുണ്ടോ നോക്കണം, ഐസ് ഉണ്ടോ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സുക്കുമ്പീനെ ഞാൻ ഓടിച്ച് വിട്ടു കേട്ടോ. സുക്കുമ്പി ഓടിപ്പാടി പോവാണ്, എങ്ങനെയെങ്കിലും ഐസ് കിട്ടണം, അതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. അങ്ങനെ ക്യാൻറ്റീനിൽ എത്തിക്കഴിഞ്ഞപ്പം ആരുമില്ല കേട്ടോ. അവിടെ ആകെ ഒരു ബയ്യ മാത്രമേ ഉള്ളൂ, അവിടെ ഫുഡ് ഉണ്ടാക്കുന്നൊരു ബയ്യ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബയ്യ അടുത്ത് പറഞ്ഞു നമുക്ക് ഐസ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആദ്യമേ തന്നെ ബയ്യാനെ വിളിക്കുന്നേക്കാളും മുന്നേ ഓടിപ്പോയി നോക്കുവാണ് സാധനം ഉണ്ടോ എന്ന് ആദ്യം നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെന്നപ്പോൾ നമ്മുടെ ഭാഗ്യം, രണ്ട് ഐസ് ബാലൻസ് ഉണ്ടായിരുന്നു, രണ്ട് ഐസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ ബയ്യാടുത്ത് പറഞ്ഞു ആ ഐസ് വേണം, അത് മതി എന്ന് പറഞ്ഞു. സുക്കുമ്പിക്ക് അവിടെ ചെന്നപ്പോൾ മനസ്സ് മാറിയിട്ടോ, ഈ ഐസ്ക്രീമൊക്കെ കണ്ടപ്പോൾ അതൊക്കെ വേണമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വാങ്ങിക്കൊടുത്തില്ല. 9 രൂപയുള്ളൂ കേട്ടോ ഇതിന്, രണ്ടെണ്ണത്തിനും കൂടെ 18 രൂപയായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അത് വാങ്ങിച്ചു, പിന്നെ നല്ല ആസ്വദിച്ച് കഴിച്ചു. ശരിക്കും പറഞ്ഞാൽ ഈ ഐസിന് ഒരു നൊസ്റ്റു ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞായിരുന്നപ്പം ഒക്കെ സമയത്ത് നമ്മുടെ വീട്ടിൽ ഈ അണ്ണാച്ചികൾ ഒരു പെട്ടിയായിട്ട് വരുമല്ലോ, ആ പെട്ടിയിലുള്ള ഐസ് ഉണ്ടാവില്ലേ, ഈ ഒരു ഫ്ലേവറിൻ്റെയൊക്കെ ഓറഞ്ച്, മാങ്ങ, മുന്തിരി, ഇതിൻ്റെയൊക്കെ ഫ്ലേവറുള്ള ഐസ് ഉണ്ടാവില്ലേ, ഐസ്, ആ ഐസിൻ്റെ ടേസ്റ്റാണ് ശരിക്കും ഇതിന് കിട്ടണത്. ഇത് കഴിക്കുമ്പോൾ നല്ല രസമാണ്. നല്ല തണുപ്പത്താണെങ്കിലും ചൂടത്താണെങ്കിലും ഒക്കെ ഇത് കഴിക്കുമ്പോൾ നമ്മുടെ മനസ്സും നിറയും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഒരിക്കലും കിട്ടാറില്ലാത്തൊരു സംഭവമാണ്. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ വാങ്ങിച്ചിട്ട് കഴിച്ചുകൊണ്ട് നടക്കുന്നുണ്ടോ. അപ്പോൾ ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്നത്. കാരണം പിള്ളേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ നമ്മൾ കരയൊക്കെ ചെയ്യും, വേണമെന്ന് പറഞ്ഞാൽ. കാരണം കരഞ്ഞു കഴിഞ്ഞാൽ പണി കിട്ടും. കാരണം നമ്മുടെ കയ്യിൽ വേറെ ഐസ് ഇല്ല, അവിടെയും ഇല്ല, ആകെ ഐസ്ക്രീം മാത്രമേ ഉള്ളൂ. പിന്നെ ഈ മാസാവസാനം ആയതുകൊണ്ട് സ്റ്റോക്ക് ഇനിയിപ്പം അടുത്ത മാസം വരുമ്പം ഒരുപാട് ഐസ് കൊണ്ടുവരുമെന്ന് അവിടുത്തെ ബയ്യ പറഞ്ഞു നമ്മളോട്. പിന്നെ നമ്മളിത് ഊഞ്ഞാലൊക്കെ ആടാൻ പോയി. സുക്കുമ്പിക്കയുടെ ഒരു ഫ്രണ്ട് ഉണ്ട് സിയ, അവൾ ഊഞ്ഞാലൊക്കെ സുക്കുമ്പിനെ ആട്ടി കൊടുക്കുവാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.